ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് ചേട്ടൻ മുന്നോട്ടേക്ക് അധികം പോകണ്ടെന്ന് പറയാനുള്ള കാരണം. അവിടെ ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുമല്ല ഇപ്പം നമ്മൾ കുറച്ച് ദൂരം അവിടെ കൃഷി കാര്യങ്ങളൊക്കെ വീടൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഇതിനപ്പുറത്തേക്ക് വീടൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ആന ചവിട്ടി ആനയുടെ കാൽപ്പാട് കണ്ടോ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുവാണല്ലോ. ഇപ്പോഴത്തെ ഞാൻ വീടാണെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, അത് വീടൊന്നുമല്ല. ഇനി ഉണ്ടാവും, ഇതാണോ വഴി? നമ്മളിന്ന് ഹൈ റേഞ്ചിലെ ഉറുമ്പുള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഉറുമ്പുള്ളെന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽപ്പെട്ട ഒരു മലയോര ഗ്രാമം കേട്ടോ. വളരെ വ്യത്യസ്തമായൊരു പേരല്ലേ. ആ പേര് പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂലമറ്റം ആശ്രമം റോഡിലാണ്. ആശ്രമം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഈ റോഡ് കിടക്കുന്നത് ഉളുപ്പൂണിക്കാട്ടോ. ഉളുപ്പൂണി ചെന്ന് അങ്ങനെയാണ് ഉറുമ്പുള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയുണ്ട്. ആ കാണുന്ന ഒരു കെട്ടിടം കണ്ടോ, ചെറിയൊരു കുടില് പോലെ, അതൊരു ചായക്കടയാണേ. ഈ ചായക്കട ശരിക്കും പറഞ്ഞാൽ ഒരു യഥാർത്ഥ ചായക്കടയല്ല, ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടേക്കണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പറയുമോ, പഴയ കാലത്തെ ഒരു ചായക്കട പോലെ സെറ്റ് ഇട്ട് വെച്ചേക്കണമൊക്കെ. ഈ അടുത്തിടയ്ക്ക് റിലീസായ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇട്ട് വെച്ചേക്കുന്ന കേട്ടോ. ഇതെന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേന്ന് നോക്കിയാൽ. സെറ്റാണെന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ പറയില്ല കേട്ടോ. ഒറിജിനൽ ഒരു ചായക്കട എങ്ങനെയാണോ അതുപോലെ തന്നെ പഴയ കാലത്തെ ആ ഒരു ചായക്കട പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. തെങ്ങിൻ്റെ ഓലയൊക്കെ വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. അകത്ത് പണ്ടത്തെ ചായക്കടയൊക്കെ പോലെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ സിമെൻറ്റിൽ കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ആയിരിക്കും മിക്കവാറും ചായയൊക്കെ അടിക്കാനായിട്ടുള്ള സ്ഥലം. അവിടെ ഒരു ഭാഗം കാണാം. അതിൻ്റെ അവിടെയൊക്കെ നോട്ടീസ് ഒട്ടിച്ച് വെച്ചേക്കണുണ്ടോ, കുറേ ഉത്സവത്തിൻ്റെ ഒക്കെ കുറേ നോട്ടീസുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഒരു പഴമ തോന്നിക്കാനായിട്ട് ഇതൊക്കെ പണ്ട് ഇതിന് മുന്നേ ഒട്ടിച്ചേക്കണതൊക്കെ പറിച്ചൊക്കെ കളഞ്ഞിട്ട് ആ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് അതുപോലെ തന്നെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതായിരിക്കും അടുക്കള ചായക്കടയുടെ. കൊള്ളാം കേട്ടോ. ഒരിക്കലും ഒരു സെറ്റാന്ന് നമ്മൾ സെറ്റാന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുമ്പം ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് തന്നെ, ഒരു ചായക്കടയാണെന്ന് തന്നെ കേട്ടോ നമുക്ക് തോന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇതുകൊണ്ട് ആ ഒരു ഫിലിമിൻ്റെ പോസ്റ്റർ കണ്ടോ, ദിലീഷ് ചേട്ടൻ്റെ അതെ ജാഫർ ഇടുക്കിയുടെ ഒക്കെ പടം കണ്ടോ. ഈ അടുത്തിടയ്ക്കാണ്ടാണ് ഇത് റിലീസായത് കേട്ടോ. ചേട്ടൻ ഇവിടെ താമസിക്കണോ? ഈ സ്ഥലത്തിൻ്റെ പേര് ആശ്രമം അല്ലേ? ആശ്രമം എന്ന് പറയാനുള്ള കാരണം എന്നാ? ആശ്രമം ഉണ്ടല്ലേ ഇവിടെ? ആശ്രമം എവിടെ? ഇവിടെ ഒരു ആശ്രമം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമിയുടെ അല്ലേ, അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ആശ്രമം എന്നറിയപ്പെടാനുള്ള കാരണം. ഇതല്ലേ? ഓക്കെ. ഇതിൻ്റെ മേളിൽ ആശ്രമം. മേളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ സ്റ്റെപ്പൊക്കെ കയറി അവിടെ കുറേ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേളിലാണേ. ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നാളായി പോയിട്ട്? ജനുവരി 24 അല്ലേ? സിനിമ കണ്ടോ? ഞാൻ പോയില്ല. ഇവിടെ മൂലമറ്റത്തെ കഥയാ പറയണേ അല്ലേ? മൂലമറ്റം. മോൻ്റെ പേരെന്നതാ? സിനിമ കണ്ടായിരുന്നോ? കണ്ടില്ലല്ലേ? ഇവിടെ മൂലമറ്റത്തെ കഥ പറയുന്നൊരു ഫിലിമാണ്. ഞാൻ കണ്ടില്ല. അങ്ങനെയാണോ പറയാം? ശരിക്കും ഉണ്ടോ ആ ചായക്കട നോക്കി? പഴയ കാലത്തെ കടകളൊക്കെ പോലെ അല്ലേ? ഇവിടെ ആയിരുന്നു ഷൂട്ടിങ് മൊത്തം? അതെ അല്ലേ? ഷൂട്ടിങ് കണ്ടായിരുന്നോ? കാണാൻ വന്നായിരുന്നോ ഷൂട്ടിങ്? ഇല്ലേ? ഇത് ബസ് റൂട്ടാണോ? അതെ. ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഈ ഇതിലെ മേളിൽ ഉളുപ്പുണി വരെ ഉണ്ടോ ബസ്? ആണോ? ഇവിടെ വരെ ബസ് ഉള്ളൂ അല്ലേ? ബസ് ഇവിടെ വരെ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേളിലേക്ക് കുറച്ച് ഓഫ് റോഡാണ് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ സഞ്ജിത്ത് ഇവിടെ വീട് ഇവിടെ അടുത്തല്ലേ? അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ ആ മേളിൽ നിന്ന് കുറച്ച് ദൂരം താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ. അപ്പം വെള്ളമൊക്കെ ഇറങ്ങുന്നത് കേൾക്കാം. ഈ അമ്പലത്തിന്റെ ഉത്സവം എപ്പോഴാണ്? ഈ അമ്പലത്തിലെ ആണോ? അപ്പൊ ഇവിടുന്നാണോ ഘോഷയാത്ര തുടങ്ങണാണോ? ഘോഷയാത്ര താലം. അതിനെ കാട്ടിക്കോടെ ഒഴുകി തന്നെ ഒരു അരുവിയാ അല്ലേ? അവിടെ ഒരു ഗുഹ പോലെ കാണാം കേട്ടോ. അതായത് ആ വെള്ളം ചാടണ കണ്ടോ? ആ വെള്ളം ചാടണ ആ ഒരു കുഴി പോലെയുള്ള സ്ഥലത്ത് നമുക്ക് കയറി ഇരിക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നനയില്ലേ നമ്മള്? ആ വെള്ളം നല്ലപോലെ ഉള്ളപ്പോൾ ആ വെള്ളം ഇങ്ങനെ കുറച്ച് ലെങ്തിലല്ലേ വന്ന് ചാടുള്ളൂ. അപ്പോൾ ആ ഒരു കുഴി പോലെയൊക്കെ സ്ഥലം, ഒരു പൊത്ത് പോലെ ഉണ്ടോ, ഒരു ഗുഹ പോലെ.
അവിടെ നമുക്ക് കയറി ഇരിക്കാന്നാട്ടോ പറയുന്നത്. അപ്പം നമ്മൾ നനയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മേളിൽ കുറേ അള്ളൊക്കെ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല രസമാണ്, നല്ലൊരു ആംബിയൻസ് കേട്ടോ. അപ്പോൾ സഞ്ജിതിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. പേരെന്താ? ആദികേഷ്. അപ്പോൾ പൊക്കോട്ടെ. അപ്പോൾ ഞാൻ നമ്മളിനി നേരെ ഉളുപ്പൂണി എന്നിട്ട് ഉളുപ്പൂണിയിൽ നിന്നാണ് ഉറുമ്പുള്ളിലേക്ക് പോകുന്നത്. ഉളുപ്പൂണിക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡ്, നല്ല ഓഫ് റോഡല്ലേ മേളിലേക്ക്, കവന്ത വരെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സൈക്കിളിനല്ല വന്നേക്കുന്നത്, സ്കൂട്ടറിനാണേ. അങ്ങനെ നമ്മൾ കയറി വന്നിട്ട് ഇപ്പം ഉളുപ്പൂണിക്കടുത്ത് കവന്ത എന്ന് പറഞ്ഞ ചെറിയൊരു സ്പോട്ടിലാണ് നിൽക്കുന്നത്. കുറച്ച് ദൂരം ഓഫ് റോഡാണ് കേട്ടോ. നല്ല ആ ഒരു റോഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 കിലോമീറ്റർ, ഏകദേശം 2 കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട്. എന്നാലും വണ്ടിയൊക്കെ കയറിപ്പോരും. ടാറിങ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ആ വഴിയൊക്കെ നന്നാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ ഉളുപ്പൂണി ടൗണിലേക്ക്. നേരെ കാണുന്ന ആ ഒരു മെഡോസൊക്കെ എന്ന് പറഞ്ഞാൽ ഉളുപ്പൂണിയുടെ ഭാഗമാട്ടോ. അതായത് നമ്മൾ ആ ഒരു ജീപ്പിനൊക്കെ മേളിലേക്ക് പോകില്ല, വ്യൂ പോയിന്റ് അങ്ങോട്ടൊക്കെ മേളിലേക്ക് പോകുന്നത് അതിലാട്ടോ. ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ റോമി ബ്രോയുടെ വന്നിട്ട് സൈക്കിളിന് ഓഫ് റോഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഇയോബിൻ്റെ പുസ്തകം, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ, ഫഹദ് ഫാസിലിൻ്റെ. പിന്നെ നമുക്ക് തൊടുപുഴയിൽ നിന്ന് ഉളുപ്പൂണിക്ക് വരാൻ ഏറ്റവും എളുപ്പമുള്ള റൂട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു റൂട്ടാണെന്ന് തന്നെ തോന്നുന്നു. തൊടുപുഴ മൂലമറ്റ ആശ്രമം വഴി നമുക്ക് കയറി വരാം. കവന്തയിൽ നിന്ന് നേരെ ഉളുപ്പൂണി വന്നു. ഉളുപ്പൂണി ടൗണിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട് ഉറുമ്പുള്ളി വരെ. ഇത് കോട്ടമലയ്ക്ക് പോകുന്ന വഴിയാട്ടോ, കോട്ടമല റൂട്ടാണ്. ഇവിടെ നിന്ന് അമ്പലമേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്ത് എന്നിട്ട് ആരുടെ വെച്ചാലും പറഞ്ഞു തരുമെന്ന് കേട്ടോ പറഞ്ഞേ. ഇത് ചെറിയൊരു കാടാട്ടോ, ഒരു കാട്ടിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. വഴിയൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ, ഭയങ്കര ഓഫ് റോഡാണ്, ഭയങ്കര പാടായിട്ട് ഇതിൽ വണ്ടി കൊണ്ട് പോകാനായിട്ട്. അങ്ങനെ ഓഫ് റോഡ് ജീപ്പ് മാത്രമാണ് ഇതിൽ പോകുന്നുള്ളൂ. വീടുകളൊക്കെ ഒന്നുമില്ല ഇവിടെ ഈ പ്രദേശത്തൊന്നുമില്ല, ചെറിയ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഈ മേളിൽ കാണുന്നുണ്ട് തേയിലത്തോട്ടങ്ങൾ, കുറേ ഏരിയ തേയിലത്തോട്ടങ്ങളാട്ടോ. അങ്ങ് ദൂരെ നിന്നൊരു മണിയടി കേൾക്കുന്നുണ്ട്. ഐസാട്ടോ, പണ്ട് നമ്മളിങ്ങനെ സ്കൂളൊക്കെ അടച്ച് വീട്ടിലിരിക്കുന്ന ഇങ്ങനെ ഐസുകാരൻ വരില്ലേ, അതുപോലെ. നല്ല വഴിയാണോ മേളിൽ അങ്ങ് പോകാനായിട്ട്? മോശമല്ലേ? പോകാൻ കുഴപ്പമില്ല അല്ലേ? ആ പൈനാപ്പിൾ തന്നേരെ. എത്ര ചേട്ടാ? 15. അന്ന് ഈറ്റ കമ്പിൽ ഇങ്ങനെ കുത്തിയിട്ടായി സാധനം കെട്ടിക്കൊണ്ടിരുന്നത്. അതെ അതെ അതെ. ചേട്ടൻ എവിടുന്നാ വരുന്നേ? കട്ടപ്പനയെന്ന് വരുന്നതാണ്. ഇനി എങ്ങോട്ടാ പോണേ? ഇതിലെ ഞാൻ ചെന്നിട്ട് ഉളുപ്പൂണി എന്ന അതിലെ പഞ്ഞിക്കുന്ന് എഴുതി നരവപ്പുഴയിൽ ഇറങ്ങി അതിലെ അമ്മച്ചിക്കട വാഗമണ്ണിയില്ല, വാഗമണ്ണി എന്ന വട്ടപ്പതാലിൽ നിന്ന് തിരിച്ച് കട്ടപ്പനയ്ക്ക് പോകും. ശരി ശരി. അപ്പോൾ നമ്മൾ അമ്പലമേട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടം നിൽക്കുന്നത്. എൻ്റെ പോലെ ഇവിടെ വരെ എത്തിപ്പെടാൻ പറ്റിയൊരു പാട്, അവിടെ നടുപൊടി കിട്ടും. അതുപോലെയാണ്, ഒരു തുള്ളി നല്ല വഴിയില്ല, കംപ്ലീറ്റ് ഓഫ് റോഡ് ആട്ടോ. അതിങ്ങനെ ഓഫ് റോഡ് ജീപ്പുകൾ മാത്രം ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും വ്യൂ പോയിന്റ്സ് അങ്ങനെ എന്തെങ്കിലും സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. റിസോർട്ടൊക്കെ ഒത്തിരി വന്ന വഴിക്ക് നമുക്ക് കാണാം കേട്ടോ. എന്നാലും ആളുകളൊക്കെ ഒത്തിരി വരുന്ന സ്ഥലമാണ്, പക്ഷേ എത്തിപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ചാടിയാണ് സസ്പെൻഷൻ്റെ ഒക്കെ പണി പെട്ടെന്ന് തീർന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു അമ്പലത്തിൻ്റെ ഒരു ബോർഡ് കാണാം, കോട്ടമല എന്ന് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കോട്ടമലയല്ല, നമുക്ക് പോകേണ്ട വഴി ഈ കാണുന്ന ഇതിലാട്ടോ നമുക്ക് പോകേണ്ടത്. ഇതിൽ നേരെ ഉറുമ്പുള്ളിലേക്കാണ് കിടക്കുന്ന വഴി കേട്ടോ അത്. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൻ്റെ ബോർഡൊക്കെ കാണാം, അതിൻ്റെ അകത്തൊരു അമ്പലമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു കാട്ടിലേക്ക് കയറി കേട്ടോ. നല്ല വഴിയൊക്കെയാണ് കണ്ടോ, കോൺക്രീറ്റ് ഇട്ട വഴി കേട്ടോ. ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയ അതേ ഫീലാണ്. ഇവിടെ വീടോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നല്ലൊരു അടിപൊളി സ്ഥലമാട്ടോ. ഈ റോഡ് ഇപ്പോൾ താഴേക്ക് നമുക്ക് നിങ്ങളെ പോട്ടെ, ഇതിപ്പോൾ ഡൗട്ടായല്ലോ. ഒരു വഴി ഇങ്ങോട്ട് താഴേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ അങ്ങോട്ടും ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ എതിലെയാണ് പോകണേന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആരുടെ അടുത്തും ചോദിക്കാനായിട്ട് ആരെയും കാണുന്നുമില്ല. ഇവിടെ റേഞ്ചും ഇല്ല, ഒന്നുമില്ല കേട്ടോ നമുക്ക് ഈ ലൊക്കേഷൻ നോക്കാനായിട്ട്. വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ടോ, പല ആനയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാനെന്തായാലും ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഈ റൈറ്റിലേക്ക് കിടക്കുന്ന വഴി ഒന്ന് പോയി നോക്കാൻ പോവുകയാണ്. എന്തായാലും ആ ഒരു ഭാഗത്തായിട്ടായിരിക്കില്ല, കാരണം നമ്മൾ വന്ന ഡയറക്ഷൻ അതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്കായിരിക്കും പോകേണ്ടത്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തിരിഞ്ഞ ഒരു സ്ഥലമില്ലേ, അമ്പലമേട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആ കോൺക്രീറ്റ് ഇട്ട വഴി. അത് കഴിഞ്ഞാൽ പിന്നെ പക്ക ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് കയറും കേട്ടോ. അതുകൊണ്ടോ വലിയ ഫോറസ്റ്റാണ്, കാട്ടുവഴികളാട്ടോ, നല്ല വഴിയൊന്നും ഇല്ലയെന്ന് തോന്നി ഞാൻ എത്ത വരെ. അതുകൊണ്ട് വലിയ കാടാണ്, മൊത്തം ഈറ്റയും ഇല്ലിയും വലിയ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കണുണ്ടോ. ആ ഒരു സൈഡിൽ ഉളുപ്പൂണിലൊക്കെ കാണുന്ന പോലെ തന്നെ മെഡോസാണ്, പക്ഷേ മൊത്തം പുല്ലൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുക കേട്ടോ. ഒരു മണിയടി കേൾക്കാം, അതിവിടെ 2 പശുക്കളൊക്കെ ഉണ്ട്, പുല്ല് തിന്നാനായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ കേട്ടോ വലിയ കാടാണ്. ഇവിടെ ഈറ്റയൊക്കെ മൊത്തം ഒടിച്ചു പറക്കിയിട്ടുണ്ട്. ഇത് ആനയുണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നോക്കി പോയാൽ മതി തോന്നി. എത്ര ദൂരം
മുന്നോട്ടേക്ക് പോകണമെന്നറിയില്ല, കുറച്ച് ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞേ. ഇനിയിപ്പോൾ മൊത്തം അവിടെ വരെ വഴി മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആന ഉണ്ടെന്നുള്ള വലിയൊരു തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ആന ചവിട്ടി ആനയുടെ കാൽപ്പാട് കണ്ടോ, അങ്ങനെ തന്നെ താന്നു പോയേക്കണുണ്ടോ, ആന ചവിട്ടിയേക്കുന്നതാണേ. അപ്പോൾ ഇതിൻ്റെ അകത്തോടൊക്കെ ഇറങ്ങി വരും. എൻ്റെ ദൈവമേ, ഇപ്പം എങ്ങനെ വന്നാൽ നമുക്ക് നല്ല പണി കിട്ടും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഓടി രക്ഷപ്പെടാനായിട്ടുള്ള നല്ല വഴി പോലും ഇല്ല. ചെറിയൊരു സ്ട്രീം ഒഴുകി വരുന്നുണ്ട്, മിക്കവാറും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നതായിരിക്കും. ഇതിലെ വരുമെന്നൊന്നും നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒന്നാമതിപ്പം ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ന്യൂസിൽ ഈ ആന കൊന്നതിൻ്റെ ആളുകളൊക്കെ ആക്രമിച്ചതിൻ്റെ കൊന്നതിൻ്റെ ഒക്കെ ന്യൂസ് ആണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ജാഗ്രതയോടെ പോയില്ലെങ്കിൽ പണി കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത്ര വലിയൊരു ഫോറസ്റ്റിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ആരും കേട്ടോ, ഒരു മനുഷ്യൻ പോലും ഇല്ല. നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണ്, ഒരു മനുഷ്യനായിട്ട് ആരെയും കാണാൻ സാധിക്കില്ല കേട്ടോ. അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലാണല്ലോ മെയിനായിട്ടും പോകുന്നത് നമ്മൾ. അപ്പോൾ എന്തായാലും ഇനി ഉറുമ്പുള്ളിൽ എത്തിപ്പെടുക, അതാണ് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ക ഫോറസ്റ്റ് ആട്ടോ, പക്ക ഫോറസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എവിടെ ഒരു ഗ്രാമമൊക്കെ ഉള്ളതായിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വഴിയല്ല ഇനി ആലോചിച്ചിട്ടൊരു എത്തുവഴി കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് കുറേ ദൂരം വഴിയുണ്ട്, അതുകൊണ്ട് പിന്നെ ഇത് എവിടെയെങ്കിലും എത്തിച്ചേരും ഉറപ്പാണ്. നമുക്ക് മാക്സിമം മുന്നോട്ട് പോയി നോക്കാം. മൊത്തം വേനൽക്കാലം ആയതുകൊണ്ട് മരങ്ങളും എല്ലാം ഉണങ്ങി നിൽക്കുവാണ്. അതേ വലിയൊരു മല അങ്ങ് ദൂരെ കാണാം കേട്ടോ. അതേതായിരിക്കും ഭാഗം എന്നൊന്നും അറിയില്ല. അവിടെയൊക്കെ ഒരു പുൽമേടൊക്കെ മൊത്തം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുവാണേ. ഇപ്പം ആനയൊക്കെ വന്നോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ഇട്ടിട്ട് ഓടും, വണ്ടി ഇങ്ങോട്ട് നമുക്ക് നേരെ പാടിന് പോകാനും പറ്റില്ല. അതിന് മുമ്പ് നമ്മൾ ആന എന്തായാലും ചേസ് ചെയ്യും. അപ്പം മഴക്കാലത്ത് അടിപൊളിയായിരിക്കും ഈ റൂട്ട്, നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. ഇപ്പം ഇങ്ങനെ മൊത്തം ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് ആ കാടിൻ്റെ സൗന്ദര്യം നല്ലപോലെ അങ്ങ് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വീണ്ടും വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്. നമുക്ക് മിക്കവാറും നേരെ തന്നെ ആയിരിക്കും അതെന്ന് തോന്നുന്നു. ഇത് ആ കാട്ടിൻ്റെ അകത്തേക്കുള്ള വഴി കേട്ടോ. അപ്പം എന്തായാലും നേരെ തന്നെ ആയിരിക്കും. ഇവിടെ ഒരു വീട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു സ്ഥലമില്ലേ, അമ്പലമേട്ടിൽ നിന്നൊരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് ഞാൻ കയറി പോന്നു. എന്തായാലും വണ്ടികളൊക്കെ പോകുന്ന റൂട്ടാണ്, ആൾക്കാരൊക്കെ പോകുന്ന വഴിയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതെ, ഇവിടെ ഒരു വീട് നമുക്ക് കാണാം. ഇവിടെ മൊത്തം അടച്ചു വെച്ചേക്കുവാണല്ലോ, ആ വീട്ടിലേക്കുള്ള വഴി അടച്ചു വെച്ചേക്കുന്ന കേട്ടോ. അതൊരു ആൾതാമസം ഇല്ലാത്ത വീടാന്ന് തോന്നുന്നു. അയ്യോ, 2 പട്ടികൾ ഇറങ്ങി വരുന്നുണ്ട്, പണി കിട്ടുമോ? എൻ്റെ അമ്മ. അപ്പോൾ നമ്മൾ കുറേ ദൂരം ആ കാട്ടിക്കൂടെ വണ്ടി ഓടിച്ചു. ഭയങ്കര നമുക്ക് കൺട്രോൾ നിർത്താൻ പറ്റില്ല കേട്ടോ വണ്ടി, കാരണം അത്ര മോശമാണ് റോഡ് കിടക്കുന്നത്. ഇപ്പം കണ്ട ഒരു വീടില്ല, ആ വീട്ടിൽ ആൾതാമസമൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോക്കി, ഇവിടെ അങ്ങനെ അധികം വീടൊന്നുമില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഒരു തുറസായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തി. ഇവിടെ ഒരു വീടാണോ എന്തോ അവിടെ കാണാം. അവിടെ നാളില്ലാന്ന് തോന്നുന്നു, ഒരു കടയാണോ ഷട്ടറൊക്കെ ആയിട്ട് കണ്ടില്ല, അവിടെ ഒന്നും തുറന്നിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ബോർഡുണ്ട്, വനസംരക്ഷണ സമിതി ചക്കിമാലി മുല്ലക്കാനം വനം വകുപ്പിൻ്റെ ഒരു ബോർഡുണ്ട്, കോട്ടമല ഇടുക്കി എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ വേറെ ഏലം കൃഷി ചെയ്തിട്ടുണ്ട്, ഏലമുണ്ട്, കാപ്പിയുണ്ട്, അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉറുമ്പുള്ളിൽ ഈ ഒരു നേരെ ഇനിയും മുന്നോട്ടേക്ക് കുറച്ചുകൂടെ പോകണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആരും ചോദിക്കാനായിട്ടൊരു മനുഷ്യനും അങ്ങനെ വീടോ ഒന്നും നോക്കിയിട്ട് ഇതുവരെ കണ്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് വഴി തെറ്റി. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാട്ടോ ഉറുമ്പുള്ളി എന്ന് പറഞ്ഞ ഗ്രാമം. അതായത് ആ ഒരു കോൺക്രീറ്റ് വഴി ഞാൻ കാണിച്ചെന്നില്ലായിരുന്നോ, അപ്പോൾ അവിടെ നമ്മൾ റൈറ്റ് എടുത്തല്ലേ പോകുന്നത്. ആ ലെഫ്റ്റ് കിടക്കുന്ന വഴിയാണ് ഉറുമ്പുള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒരു CSI പള്ളി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചേട്ടനെ കണ്ടോ, ചേട്ടനെ പറഞ്ഞത് ഇതല്ല ഉറുമ്പുള്ളി, ഇതല്ല, നിങ്ങൾക്ക് പുറകോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നാൽ നമുക്ക് ആ ഒരു പള്ളി ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതങ്ങനെ ആൾതാമസമുള്ള ഏരിയ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ആകപ്പാടെ ഒരു 4-5 വീടുകൾ മാത്രമേ ഉള്ളൂ. അതിലൊരു വീട്ടിൽ മാത്രമാണ് ആ ഒരു ചേട്ടനെ കണ്ടോ കേട്ടോ. ഇവിടുത്തെ കുറേ വീട് കണ്ടോ, ഇവിടെയൊക്കെ ആൾക്കാർ ഒന്നും താമസമില്ല കേട്ടോ. ഒരു വിജനായ ഒരു സ്ഥലം കേട്ടോ. ഇവിടുന്ന് ആ പള്ളി കാണാം. ഈ പള്ളി ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം വാഗമണിൽ പോയി കണ്ട ഒരു കാരികാട് പള്ളിയില്ലേ, അതുപോലത്തെ ഒരു ചെറിയൊരു പള്ളി കാടിൻ്റെ അകത്ത് നിൽക്കുന്നത് CSI പള്ളി കേട്ടോ. അപ്പോൾ ഇതിലെ കുറേ ദൂരം മുന്നോട്ടേക്ക് നടക്കാം. ഞാൻ ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ പള്ളിയുണ്ട്, അതിൻ്റെ മുകളിലേക്ക് വഴിക്കടങ്ങ് നടന്ന് കുറേ ദൂരം പോകാം, പക്ഷേ ആന ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു പുള്ളി. നോക്കി പള്ളി ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാം. അപ്പോൾ ഇതാട്ടോ പഴയൊരു പള്ളിയാണേ, ഈസ്റ്റ് കേരള മഹാസഭയുടെ കീഴിൽ വരുന്ന പള്ളിയാണ്, CSI ചർച്ച് മുല്ലക്കാനം. ഇതിൻ്റെ മുറ്റത്തും ഒരു പട്ടിയുണ്ടല്ലോ. ഓക്കെ, നല്ല രസമാണ് പള്ളി കാണാൻ. വളരെ ചെറിയൊരു പള്ളിയാണ്. ഇവിടെയൊക്കെ ആളുകൾ വരുന്നതായിട്ടൊരു സൂചനയൊന്നുമില്ല.
അപ്പം 2 വഴി നമുക്ക് ഇവിടുന്ന് കാണാം. അതുകൊണ്ട് അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്, ഇങ്ങോട്ടുണ്ട്. അവിടെ അങ്ങോട്ട് പോകണ്ട, അവിടെ ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ മുന്നോട്ട് പോയാലും വലിയ കാര്യമൊന്നുമില്ല, ആരെയും ആന കാണാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ അത് വീണ്ടും ഫോറസ്റ്റിൻ്റെ അങ്ങോട്ടാട്ടോ. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് ചേട്ടൻ മുന്നോട്ടേക്ക് അധികം പോകണ്ടെന്ന് പറയാനുള്ള കാരണം. അവിടെ ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുമല്ല ഇപ്പം നമ്മൾ കുറച്ച് ദൂരം അവിടെ കൃഷി കാര്യങ്ങളൊക്കെ വീടൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഇതിനപ്പുറത്തേക്ക് വീടൊന്നുമില്ല കേട്ടോ. അപ്പം ആ മുന്നോട്ടേക്ക് പോകുന്ന എന്തായാലും റിസ്ക് ആയിരിക്കും. ഇലക്ട്രിക് ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇവിടെ വീടോ അങ്ങനെ മനുഷ്യനോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും മുന്നോട്ടേക്ക് ഇനി പോകുന്നത് റിസ്ക് ആയിരിക്കും. നമുക്ക് തിരിച്ച് നമ്മുടെ ഒരു സ്പോട്ടിലേക്ക് തന്നെ പോകാനായിട്ട് നോക്കാം. അവിടെ വണ്ടി താഴെ വെച്ചേക്കുമല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് മുന്നേ നിന്ന് ആ ഒരു കാടിൻ്റെ അകത്തെ ഒരു ജംഗ്ഷനിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ നമ്മൾ പോയത് ഈ വഴിയായിരുന്നു കേട്ടോ, ഇവിടുന്ന് റൈറ്റ് എടുത്തായിരുന്നു പോയത്. അപ്പോൾ ഈ വഴി നേരെ ചെല്ലുന്നത് മുല്ലക്കാനം CSI ചർച്ചിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട ഉറുമ്പുള്ള് ഗ്രാമം ഇവിടെ നിന്നുള്ള ലെഫ്റ്റ് വഴി, കോൺക്രീറ്റ് ഇട്ട വഴി, ഇതിലെ പോയാൽ മതി എന്നാണ് ഇവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിൽ പോയി നോക്കാം. നല്ല വഴി, കണ്ടിട്ടൊക്കെ നല്ല വഴിയാണ് കേട്ടോ. അങ്ങോട്ടുള്ള ഒരു വഴിയേക്കാളൊക്കെ നല്ല അടിപൊളി വഴിയാണ്. അപ്പോൾ അവിടെ ഒരു ഗ്രാമം ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ പോയ ഒരു വഴിയേക്കാളൊക്കെ നല്ല വഴിയാണ്. നോക്കെ നല്ല ആംബിയൻസ് ആട്ടോ, കാടിൻ്റെ നല്ലൊരു അടിപൊളി ആംബിയൻസും ആണ്. ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട് താഴെ, ഇവിടെ ഒരു വീടൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കുരുമുളകാണ് മെയിനായിട്ടും കൃഷി ചെയ്തേക്കുന്നത്. ഇത് വീടിൻ്റെ അകത്തേക്കുള്ള വഴിയാണല്ലോ. കണ്ടോ, ഇവിടെയുള്ള വീടുകളുടെ അകത്തേക്കെല്ലാം ഉള്ള വഴി ഇങ്ങനെയുള്ള ഗേറ്റ്, അത് വേലിയാട്ടോ, ഈ ഇല്ലിയുടെ വേലി കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. അവിടെയൊക്കെ 1-2 വീടുകളൊക്കെ കാണാം ഈ കാടിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുവാണല്ലോ. ഇപ്പോൾ ഞാൻ വീടാണെന്ന് പറഞ്ഞ സ്ഥലമാട്ടോ, അത് വീടൊന്നുമല്ല. അതെന്തോ ഈ കാപ്പിക്കുരൊക്കെ കുരുമുളകൊക്കെ കൊണ്ട് ഉണങ്ങാനായിട്ട് ഇടുന്ന ഒരു ഷെഡാട്ടോ. അപ്പോൾ ഇവിടുന്ന് വഴി കണ്ടോ, ആ കോൺക്രീറ്റ് ഇട്ട ആ ഒരു വഴിയുടെ ആയുസ് ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഇത് ഇവിടെയാണ് ആ ഒരു ഗ്രാമം ഉള്ളത്. ഇവിടെ ആരോട് ചോദിക്കാനായിട്ട് ഒന്നും കാണുന്നില്ല. കുറച്ച് പശുക്കളല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ കാണുന്നില്ല നോക്കിയിട്ട്. ഇവിടെ മൊത്തം ഏലക്കാടുകളാണേ. അപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കുക. അപ്പം ഇതിൻ്റെ അങ്ങോട്ടേക്ക് എന്തായാലും വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഉറപ്പാണ്. കാരണം അങ്ങനെയുള്ളൊരു വഴിയല്ല. കണ്ടോ, കാടിൻ്റെ അകത്തേക്ക് നേരെ കയറി കിടക്കുകയാണ്. അപ്പം എന്തായാലും ഇവിടെ വണ്ടി വെച്ചിട്ട് കുറച്ച് പേരെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരിക്കാൻ ഒരു ചാൻസ് തീരെയില്ല കേട്ടോ. എന്തായാലും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗ്രാമം ഉണ്ടെന്നൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. ഇത് വലിയൊരു കാടല്ലേ. കണ്ടോ, ഇഷ്ടം പോലെ പശുക്കൾ, എല്ലാ പശുവിൻ്റെയും കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വീടൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചോദിക്കാമായിരുന്നു. 2 വഴിയുണ്ട്, താഴേക്കുണ്ട് മേളിലേക്കും ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകണ്ടേ, നമുക്ക് ഇതിൽ നിന്ന് പോയി നോക്കിയാലോ കുറച്ച് ദൂരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ നമ്മുടെ കാരികാട്, വാഗമണ്ണടുത്ത് കാരികാട് ചർച്ച് പോയ അതിനോട് സമാനമായിട്ടുള്ള ഒരു വഴി തന്നെയാണ്. അതിനോട് സമാനമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രാമം, ഉറുമ്പുള്ള് ഗ്രാമം ഇങ്ങനെ കാണാനായിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പം എവിടെയാണ് നമ്മൾ ചെല്ലുന്നതെന്നൊന്നും ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇത് ഈ വഴി ഇങ്ങനെ ഈ കാടിൻ്റെ അകത്തോടെ തന്നെ ഇങ്ങനെ മൊത്തം വളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പല ഡയറക്ഷനിൽ കിടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു ഗ്രാമം ഉണ്ടാവുമോ? ആ ചേട്ടൻ പറഞ്ഞത് ഈ വഴി ആയിരിക്കില്ലേ. പ്രത്യേകം പുള്ളി പറഞ്ഞായിരുന്നു ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മൾ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ വേറെ വഴി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്നത് ഒരു താഴ്വാരാട്ടോ. അത് കണ്ടോ, മൊത്തം ഏലകൃഷിയാണേ. ഇത് കണ്ടോ. അപ്പോൾ ഇനി എന്തായാലും മുന്നോട്ട് പോയിട്ട് ഇവിടെ ഒരു ഗ്രാമം ഉണ്ടാവുന്നൊന്നും തോന്നുന്നില്ല ലക്ഷണം കണ്ടിട്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് നടക്കാം. അപ്പോൾ എന്തായാലും ഈ ഉറുമ്പുള്ള എവിടെയാണ്, ഇനി എവിടെ പോയി കണ്ടുപിടിക്കുമെന്നൊന്നും ആലോചിച്ചിട്ടൊരു നമ്മൾ വെറുതെ ആയെന്ന് തോന്നണം കേട്ടോ. അയ്യോ, നിരാശയായല്ലോ. അല്ല, അടിപൊളി സ്ഥലം കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. എന്താ അവിടെ താഴേക്കൂടെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഉറുമ്പുള്ളെന്ന് പറഞ്ഞ ഗ്രാമം ഇവിടെ ആട്ടോ. അതായത് നമ്മളിപ്പം ഈ ഒരു വഴി തീരുന്ന സ്ഥലമില്ല. അപ്പോൾ ഇതാണ് ഉറുമ്പുള്ള ഗ്രാമത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് ഇനി മേളിലൊരു അംഗൻവാടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാനത്തെ വലിയൊരു ഗ്രാമം പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷേ വേറെ അങ്ങനെ വലിയ വീടുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതല്ലേ ഉറുമ്പുള്ള്? ഉറുമ്പുള്ള് ഇതല്ലേ? ഇവിടെ വീടുകളൊന്നും ഇല്ല. സ്കൂളുണ്ടോ? അംഗൻവാടി ഉണ്ടല്ലേ? അംഗൻവാടി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ എത്ര വീടുകളുണ്ട് ഇവിടെ? ഇവിടെ മുല്ലക്കാലത്ത് എല്ലാം കൂടെ 10 അടുത്തുണ്ട്. മുല്ലക്കാനം ഞാൻ പോയായിരുന്നു. ആ പള്ളിയുള്ള സ്ഥലമല്ലേ? മുല്ലക്കാനം പോയാറ്. ഈ ഉറുമ്പുള്ളെന്ന് പറഞ്ഞ സ്ഥലം ഇതാണോ? ഇതാണ് ഉറുമ്പുള്ള്. അങ്ങനെ നമ്മൾ കാണുന്ന സാധാരണ ഒരു ഗ്രാമം പോലെ ഇവിടെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. മൊത്തം കാടാട്ടോ. പട്ടി അടിക്കില്ല അല്ലേ? അപ്പം ഈ വഴി എങ്ങോട്ടാ, ഏത് വഴിയാ പോകണ്ടേ? ഈ റോഡ് മുകളിലോട്ട് കിടക്കുന്ന റോഡ് തന്നെ പൊക്കോണം. വണ്ടി കയറി പോവോ? സ്കൂട്ടർ പോവോ?
കൂട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ കിടക്കുന്ന ഉറുമ്പള സ്കൂളുകളിലോട്ടാ. ചേട്ടൻ എവിടെ താമസിക്കുന്നേ? ഞാനിവിടെ താഴെ. ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് ദേവിശ്യ. എന്നാ പണി എന്നാ? പണിയെ കൃഷിയാണോ? ദേവിശ്യ. കൃഷിയാണോ? കൃഷി പണി എന്താ? കൃഷിയാണോ? അല്ല പണി എന്താ ചേട്ടൻ ചെയ്യണേ? കൃഷിയാണോ? കൃഷിയല്ലേ? ഞാൻ കൃഷിക്കാരനാ. ഞങ്ങളൊക്കെ ഇവിടെയുള്ളവരെല്ലാം കൃഷിക്കാരാ. മറ്റുള്ള വ്യവസായികളല്ല. അപ്പൊ ഈ ഉറുമ്പുള്ളെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച ഇവിടെ ഒത്തിരി വീടുകളും അങ്ങനെ കടകളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് ഓർത്തോണ്ടിരുന്നത്. വീടുകൾ ഉറുമ്പുള്ളെന്നൊരു വിസ്തീർണ്ണം അത് മാത്രം വീടുകളില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഉറുമ്പുള്ള് ഗ്രാമത്തിലെ ആ ഒരു അംഗൻവാടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ പോകാം കേട്ടോ. അപ്പൊ ഈ മേളിലേക്ക് വേണ്ട, നമ്മളിപ്പോൾ ഈ വഴിയാണ്, റൈറ്റ് വഴിയാണ് പോയത്. ഇതിലെന്തായാലും വണ്ടിയും കൊണ്ട് പോക്ക് നടക്കുമെന്ന് തോന്നുള്ളൂ. നമുക്ക് നടന്ന് തന്നെ പോവാം. ഈ നിൽക്കുന്ന മരം ഇത് കണ്ടിട്ട് മാഞ്ചിയാണോ കേട്ടോ? മാഞ്ചിയാണോ അതെയോ യുക്കാലിപ്സ് അല്ല, കണ്ടിട്ട് മാഞ്ചിയാന്ന് തോന്നുന്നു. പശുക്കളെ മാത്രം കാണാം. അങ്ങനെ വീടുകൾ ഞാൻ ചേട്ടൻ പറഞ്ഞ കുറേ വീടുകളുണ്ട്, പക്ഷേ ഒരു വീട് പോലും ഞാൻ കണ്ടില്ല കേട്ടോ. ഇതിലേക്ക് വണ്ടി ജീപ്പൊക്കെ കയറി പോകുന്നതാണ്. കണ്ടോ അതിൻ്റെ ടയറിൻ്റെ പാടെ കാണാം. അംഗൻവാടിയിലേക്ക് പോകാനായിട്ട് നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ. ചേട്ടൻ പറഞ്ഞ കാടിൻ്റെ അകത്ത് അംഗൻവാടി നോക്കി ഞാൻ കുറേ നേരെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇങ്ങോട്ട് തന്നെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് താഴെ പോയി ശ്രമപ്പെട്ട് നമ്മുടെ വണ്ടി കയറ്റി കൊണ്ട് മേളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അംഗൻവാടി ഉള്ളതായിട്ട് ഒരു സൂചന ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ഇതിന് കാടല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി അങ്ങോട്ടൊരു ചെറിയൊരു വഴി കാണുന്നുണ്ട്, അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. നല്ല കട്ട ഓഫ് റോഡായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കയറ്റിക്കൊണ്ട് വന്നു. ഇതുണ്ടോ ഇങ്ങനത്തെ ആ ഒരു ഞാൻ പറഞ്ഞ ഒരു മരങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ കുറേ തേയില കൃഷിയാണ്. അങ്ങോട്ട് വഴിയില്ല കേട്ടോ. അതുണ്ടോ അവിടെ ക്ലോസ് ചെയ്തേക്കുക. മുന്നോട്ട് എന്തായാലും അങ്ങനെ ഒരു അംഗൻവാടിയോ ഒന്നും കാണാനുള്ളൊരു സാധ്യത കുറവാണ്. ഇതുണ്ടോ തേയിലത്തോട്ടം ഇവിടെ. ഇതിൻ്റെ അത് തേയില കൃഷി ചെയ്തേക്കണം നോക്കി. കണ്ടോ ആ ഒരു ചെരുവ് മൊത്തം തേയിലയാണേ. അതിൻ്റെ ഇടയ്ക്കൂടെ കാപ്പിയും കുരുമുളകും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മുന്നോട്ടിനി എന്തായാലും വഴിയുണ്ടെന്ന് കാണുന്നില്ല. കണ്ടോ അത് ആ കാട്ടിലേക്ക് കിടക്കണതാണ്. അവിടെ എന്തായാലും അംഗൻവാടിയോ ഒന്നും കാണാനുള്ള ഒരു സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇനി ഉണ്ടാവും. ഇതാണോ വഴി? അവിടെ ഒരു വഴിയുണ്ട്, പക്ഷെ അത് അവിടെ ഒരു വീട്ടിലേക്കുള്ള കേട്ടോ. ഇതിൽ തന്നെ ആയിരിക്കും മിക്കവാറും. അതിൽ തന്നെ ആയിരിക്കും. നമുക്ക് അതിലെ പോയി നോക്കാം. നല്ല തണുപ്പും കാറ്റും അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടെ ഒരു അംഗൻവാടി ഉണ്ടെന്ന് പറഞ്ഞില്ല. അവിടെ ഒരു ഗ്രാമം, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ അതോടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം. മിക്കവാറും അതിൽ നമുക്ക് ആ ഒരു വഴി തന്നെ മൂലമറ്റത്തേക്ക് പോകാൻ സാധിക്കും. കൂടി തിരിച്ച് വരണ്ടാന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉറുമ്പുള്ളെന്ന് പറയുന്ന കൊടുങ്കാട്ടി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രാമം. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമത്തിലേക്ക് വരാൻ വഴിയില്ലഞ്ഞിട്ടില്ല. എനിക്ക് വഴി തെറ്റിയതാട്ടോ. നല്ലതേ കോൺക്രീറ്റ് ഇട്ട വഴി തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നേരെ മൂലമറ്റത്തേക്ക് ചെന്ന് കയറുന്ന വഴിയാട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കയറി നിന്ന സ്ഥലമില്ല, അവിടുന്ന് നേരെ ആ കാട്ടിക്കൂടെ കുറച്ച് നേരം അങ്ങ് കയറി പോകുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഗ്രാമസങ്കല്പം പോലെയൊന്നുമില്ല. അങ്ങനെ വേറെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു അവിടെ മെയിനായിട്ടും കാണാൻ സാധിക്കുന്ന ഈ ഒരു അംഗൻവാടിയാണ്. തേയിലയാണ് മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൃഷിയാട്ടോ മെയിനായിട്ടും തേയിലത്തോട്ടങ്ങൾ. നല്ല രസമായിട്ട് അവിടെ നിൽക്കുക. നല്ല കാറ്റുണ്ട്. ഇത്രയും ഈ ഒരു ചൂട് ടൈമായിട്ട് പോലും നമുക്ക് അത്രയും ഒരു ചൂട് അനുഭവപ്പെടുന്നില്ല. നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. നല്ല ഉയരത്തിലുള്ള ഒരു സ്ഥലമല്ലേ. ഇത് അറക്കുളം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ് ഈ ഉറുമ്പുള്ളെന്ന് പറഞ്ഞത്. അറക്കുളം പഞ്ചായത്തിലെ ഒരു വാർഡാണ് ഉറുമ്പുള്ളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉറുമ്പുള്ളെന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമത്തിലെ ഒരു അംഗൻവാടി മാത്രമല്ല, ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. കുറച്ച് ദൂരം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയൊരു കവലയുണ്ട്. ഇങ്ങോട്ട് ഇത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മൂലമറ്റത്തേക്കാണ്. ഇത് ഉപ്പുകറയ്ക്ക് പോകുന്ന വഴി കേട്ടോ. ഇതിൽ കുറച്ച് ദൂരം പോയാൽ അവിടെ കടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു സൈഡ് അങ്ങ് ആ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ കുളമാവ് ഏരിയയാണ്. നല്ല തേയിലത്തോട്ടങ്ങളും ഒക്കെ അങ്ങ് അകലെ. തേയിലയാട്ടോ ഇവിടെ മെയിനായിട്ടും കാണാൻ നമുക്കുള്ളത്. വലിയ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. നമ്മൾ വാഗമണിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു മലൻ ചെരുവ് കണ്ടോ, അതൊക്കെ തേയില കൃഷിയാണ്. അപ്പം ഞാൻ എന്ത് മണ്ടത്തര കാണിച്ചു നോക്കി. ഇവിടെ കടയുണ്ടെന്ന് അറിഞ്ഞില്ല. നമ്മൾ ആദ്യം ചെന്ന സ്ഥലം അതായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അപ്പോഴത്തേ പുറകിൽ നമ്മൾ വന്ന വഴി അങ്ങോട്ട് കുറച്ചങ്ങ് തിരിഞ്ഞാൽ നമ്മൾ ഉറുമ്പുള്ളിക്കൂടെയാണ് കടന്നു പോയത്. അപ്പോൾ ഞാൻ ഉറുമ്പുള്ളി എത്തിയില്ല എന്നുള്ളൊരു രീതിക്ക് ആ കാട്ടിക്കൂടെ മൊത്തം കയറി പോവുകയാണ് ചെയ്തത് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു ആദ്യം രാവിലെ വന്ന ആ ഒരു അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട്. അപ്പോൾ ഇതാണ് കട. ഇവിടെ കടയുണ്ടെന്ന് അവിടെ ചേട്ടനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തോരം നമ്മൾ കറങ്ങിയെന്ന് ആലോചിച്ച് നോക്കിയത്. ഇവിടെയാണ് കണ്ടോ ആ അമ്പലം വരുന്നത്. ഇവിടെയാണ്. ഇവിടുന്നാണ് നമ്മൾ രാവിലെ അങ്ങ് തിരിഞ്ഞു പോയത്. ഇത് കണ്ടോ
അപ്പോൾ തിരിഞ്ഞ് കയറി അങ്ങ് വളഞ്ഞ് ചുറ്റിയ കാടിൻ്റെ അകത്തോടെ കയറി വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് വന്നു. എത്ര ദൂരം ഓടിയത്, പക്ഷേ ഒരു കാട്ടിക്കൂടെ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ലേ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഉറുമ്പുള്ളിൽ ഇവിടെ അടുത്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാട്ടിലുള്ളൊരു സ്ഥലമാണെന്ന് ഓർത്ത് അങ്ങ് പോയത്. ഉറുമ്പുള്ള അങ്കൻവാടി ഉള്ളതാ അല്ലേ? അതാണ് ഉറുമ്പുള്ളി കറക്റ്റ്. അവിടുത്തെ ഒരു 1/2 കിലോമീറ്റർ വന്നാലാണ് ഈ സ്ഥലം. അമ്പലമേട് നമ്മൾ രാവിലെ നിന്ന് അമ്പലമേട്. അപ്പോൾ ഇവിടെ ഈ ഒരു കട മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടെ? ശരി. ഞാൻ കവന്തേന്ന് നേരെ കയറി ഇവിടെ ഉളുപ്പൂണി വന്നു. എളുപ്പം. ഇനിയിപ്പോ മൂലമറ്റത്തേക്ക് പോകുന്നുണ്ട്, അത് തന്നെയല്ലേ കവന്ത വഴി? ഇവിടുന്ന് 19 കിലോമീറ്റർ ഉള്ളു മൂലമറ്റം വരെ. അപ്പോൾ ഞാൻ എൻ്റെ കണക്ക് കൂട്ടൽ ശരിയായിരുന്നു. പക്ഷേ ഈ ഉറുമ്പുള്ളി പോകാനായിട്ട് ഞാൻ കാട്ടിക്കട, പക്ഷെ നല്ല രസമാറുണ്ട്. അതിൽ പോയിട്ട് നല്ല സ്ഥലമാണത്, കാണാൻ പറ്റും. ഉറുമ്പുള്ള എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊരു ഉറുമ്പുള്ളെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. വെള്ളം വേണോ? കുടിച്ചോ. ഞാൻ ഇപ്പൊ താഴെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് വെള്ളം എടുത്ത് കുടിച്ചു. ഇന്നലെ ആന പാലുണ്ടായിരുന്നു. എവിടെ ആന ഉണ്ടായിരുന്നു? എവിടെ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടു ആന ചവിട്ടിയേക്കണ ആനയുടെ കാൽപ്പാട് കണ്ടായിരുന്നു. ഈ റോഡില വണ്ടി വെച്ചതിന്റെ ഇവിടുന്ന് വളം ഇങ്ങോട്ട് തിരിയുന്നില്ലേ, അതാ പാടത്തിന്റെ അപ്പുറത്തുണ്ടായിരുന്നു. ആന ഉണ്ടാവൂലേ? ഞാൻ ആനയുടെ കാൽപ്പാട് കണ്ടു അങ്ങ് പോയപ്പോൾ. അതെ അല്ലേ? അങ്ങനെ നമ്മൾ ഉറുമ്പുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു മടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇത്ര പ്രത്യേകമായിട്ട് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉളുപ്പൂണിയിലൊക്കെ കാണുന്ന പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആട്ടോ, മെഡോസ്, തേയിലത്തോട്ടങ്ങൾ, വ്യൂ പോയിന്റ്സ്. ഉളുപ്പൂണി ഭാഗത്ത് നിന്നൊക്കെ ഇഷ്ടം പോലെ ജീപ്പ് പോകുന്നുണ്ട്, ഗസ്റ്റുകളെ കണ്ട്. നട്ടുച്ച സമയം 2 മണി ആവാറായിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയതാണ് ഏറ്റവും നമുക്ക് ഇത്രയും ടൈം പോകാനുള്ള കാരണം ഒത്തിരി ഒരു 1-2 മണിക്കൂറൊക്കെ കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് അലഞ്ഞു തിരിയേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഒരു പള്ളി കാണാൻ പറ്റിയ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാടിൻ്റെ അകത്തോടെയൊക്കെ പോയിട്ട്. നമുക്ക് ഒരു വഴി തെറ്റിയത് ഏതായാലും നല്ലൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെ വരാനായിട്ട് നമ്മുടെ ഉളുപ്പുണ്ണിയൊക്കെ വരുന്നവർക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, വഴി കുറച്ച് മോശമാണതാണ്. ഏതായാലും ഞാൻ ഈ ഒരു സ്ഥലം, ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നവർ, ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.